സോ ഹലോ ഗൈസ്, എല്ലാവർക്കും അഞ്ച് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും വന്നു നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വെറുതെ നമ്മുടെ വീട്ടിൽ ഗൈസ് വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഗൈസ് പുറത്തേക്കൊന്ന് കറങ്ങാൻ പോവാം, അതാണ് നല്ലത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഡ്രസ്സ് മാറാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്, വേണം സബ്സ്ക്രൈബ് വെച്ചോളിയും ഗൈസ്. ഇങ്ങനത്തെ നല്ല അടിപൊളി കിടക്കാച്ചി കണ്ടന്റ് ഒക്കെ എൻ്റെ ചാനലിൽ വിടുന്നുണ്ട്, അതൊക്കെ കണ്ട് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ വണ്ടി എടുത്ത് ഗൈസ് പുറത്ത് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു ലൈക്ക് ടാർഗറ്റ് ഗൈസ് ഒരു 10 ലൈക്കാണ് ഗൈസ്. നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും. നിങ്ങൾ ഏതായാലും ലൈക്ക് അടിച്ചാൽ പോരെ ഗൈസ്, എന്ത് ചെയ്യാൻ, ലൈക്ക് അടിച്ച് നോക്കൂ. അപ്പോൾ ഞാനേതായാലും നമ്മുടെ വണ്ടി എടുത്ത് ഗൈസ് സിറ്റൊക്കെ കറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് സിറ്റൊക്കെ കറങ്ങിയിട്ട് കുറേ നാളായി, നമ്മൾ സിറ്റൊക്കെ കറങ്ങിയിട്ട് കുറേ നാളായി. നമ്മൾ ഗൈസ് പണിൻ്റെ തിരക്കിലാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്, അതൊന്നും നമ്മൾ വിഷയമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ എയർപോർട്ടൊക്കെ ഗൈസ് ഇവിടെ തന്നെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗൈസ് പോണ നമ്മുടെ മുന്നേ ഗൈസ് ഒരു UFO സ്പോണ ഗൈസ്, നമ്മുടെ ഏലിയൻസിൻ്റെ വണ്ടി ഗൈസ്. എന്നാലും ഇത് ഇവിടെ എങ്ങനെ സ്പോണാൻ ചാൻസ് ഇല്ലല്ലോ. ഇനി ഇത് ആരെങ്കിലും മോഡിഫൈ ചെയ്തെടുത്ത വണ്ടിയാണോ, ഇത് പറക്കുന്നുണ്ടാവില്ല ഗൈസ്. എന്നാലും ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വന്നു ഗൈസ്? ഇവിടെ വെറുതെ വീണമെന്നല്ല ഗൈസ്, ഒരു ഉടമസ്ഥനൊന്നും ഇവിടെ ഒന്ന് കാണാമല്ലോ. ഏതായാലും നമുക്കിത് ഒന്ന് കയറിയൊക്കെ ഗൈസ്. ഗൈസ് ഇത് കൺട്രോളും ചെയ്യാൻ പറ്റില്ല. ഇതെന്തോ ഗൈസ് ഓടാത്തെ, നമ്മൾ കുറേ നോക്കിയിട്ട് ഗൈസ് ഇത് പൊന്തുണ്ട് ഗൈസ്. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിങ്ങനെ അനക്കി കൊടുക്കുമ്പോൾ സ്റ്റെയറിങ് തിരിയുന്നതല്ല ഗൈസ്, ഇത് ഞാൻ പൊന്തിച്ചതല്ല ഗൈസ്. ഇത് നമ്മളെ കൊണ്ട് ഇത് ആകാശത്തേക്ക് പോകണം ഗൈസ്. ഇത് നിർത്താനും പറ്റില്ല ഗൈസ്. നമ്മളാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെയറിങ് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടതല്ല ഗൈസ്, ഇത് നിർത്താൻ പറ്റില്ല ഗൈസ്. നമ്മളെ കൊണ്ട് ഇത് ആകാശത്തേക്ക് പോകണം ഗൈസ്. ഇനി ഇതുപോലെ ട്രാപ്പാണ് ഗൈസ്, ഏലിയൻസിൻ്റെ പണി തന്നെയാണോ? ഏലിയൻസ് ഒന്നും ഇല്ല ഗൈസ്. ഗൈസ് നമ്മളിത് ആകാശത്തേക്ക് പോകണം ഗൈസ്. എന്ത് ചെയ്യും നമ്മൾ ഇനി ഗൈസ്? ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ഗൈസ്, ഇനി ബോധം പോയതെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ നീച്ച് നോക്കുമ്പോൾ നമ്മളത് ചന്ദ്രല്ലോ ഏതൊരു ഗ്രഹത്തിൽ നമ്മളെ കൊണ്ടുവന്ന UFO മേലുണ്ട് ഗൈസ്. അതെന്താ ജാതേ ഗൈസ്? കുറച്ച് പച്ചയും മഞ്ഞയും സാധനങ്ങളതാ വരുന്നത്. അതെന്താണ് ഗൈസ്? ഇത് ഏലിയൻസ് ആണോ ഗൈസ്? ഏലിയൻസ്, പച്ചിമഞ്ഞ ഏലിയൻസ് ഗൈസ്. ഇതെന്ത് തേങ്ങയാണ് ഗൈസ്? പച്ചിമഞ്ഞ ഏലിയൻസോ? ഇങ്ങനെയൊക്കെ ഏലിയൻസ് ഉണ്ട് ഗൈസ്. ഇവര് നമ്മളെ തിന്നാൻ വരികയാണോ? ഓ ഇവരാണ് ഗൈസ് ഭൂമിയിൽ നമ്മുടെ UFO ഇട്ടാണ്ട് ഓരോ മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നു ഗൈസ്. നമ്മളെയുള്ളവർ കൊടുക്കുന്നതാണ്. ഞാനാണ് ഈ ഗൈസ് ഗൺ മാസ്റ്ററാണ്. അതിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഗണ്ണുണ്ട് ഗൈസ്. കുറച്ചൊന്നുമല്ല ഗൈസ്, കുറേ തന്നെ ഉണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്. നമ്മളത്താണ് ഇഷ്ടം പോലെ ഗണ്ണുണ്ട് ഗൈസ്. ഇവിടെ 2 UFO ഒക്കെ കാണുന്നുണ്ട്. ഇനി അടുത്ത മനുഷ്യരെ കൊണ്ടുവരാൻ പോകണമെന്ന് അറിയില്ല. ഇനി ഇതുപോലെ ഭൂമിയിലിട്ടാണ്ട് ഇനി അടുത്ത മനുഷ്യനെയും കൊണ്ടുവരും. അപ്പോഴത്തെ ഗൈസ് ഞാൻ ഇവരെ എല്ലാവരും തകർക്കും ഗൈസ്. ഇവർ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഗൈസ് വജിക്കണം എന്നെ, തിന്നാലാക്രാന്തം കൊണ്ടുവരാൻ ഗൈസ്. ആദ്യമായിട്ടായാലും മനുഷ്യനെ കാണാം, അതുകൊണ്ട് തന്നെ എന്താ രുചി എന്നൊക്കെ അറിയണ്ടേ ഗൈസ്. ഓലൊക്കെ തീർത്തു. ഇനി ആരും ഇല്ലോണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങാൻ പോകാം ഗൈസ്. ഇവിടെ നാല് കാണാൻ ഗൈസ്. ഇതാ പിന്നെ ഒരു ജാഥ. ഇവർക്ക് എന്താ ഗൈസ് ജാഥ മാറ്റി വരാൻ വൈക്കോളൂ ഗൈസ്. മറ്റേ ഏലിയൻസ് ഒക്കെ തെറിച്ചു പോകണം, അല്ലെങ്കിൽ പറന്ന് പോവാണ് ഗൈസ്. ഗൈസ് ഏലിയൻസിന്റെ ബുദ്ധി കൊള്ള ഗൈസ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഏലിയൻസ് പൊന്തിച്ചു വിടും. നമുക്ക് ഏതായാലും കൺട്രോളൊന്നും ചെയ്യാൻ വൈക്കൂല. നമ്മുടെ UFO പോലെ ബുദ്ധി അപാര ബുദ്ധിനെ ഗൈസ്. തെറിച്ചു പോണ് പച്ചിമഞ്ഞ്. ഇതെന്താ ഗൈസ്? പച്ചപ്പുൽച്ചാടിയാണോ? ഡൗട്ട് ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാത്തിനും പപ്പടാപ്പി ഗൈസ്. ഗൈസ് ബാക്കൂടെ കുറേ പച്ചപ്പുൽച്ചാടിയാണ് തന്നെ ഗൈസ്. ഇറ്റങ്ങളെ കൊണ്ട് തോറ്റല്ലോ. എന്നോടെ കൊടുന്നോ പോരാന്ന് എല്ലാവരും ചാവാനും നിൽക്കണം ഗൈസ്. എല്ലാത്തിൻ്റെ കഥ ഞാൻ തീർത്തിട്ടേ അടങ്ങുള്ളൂ. ഇവിടെ പൊട്ടന്മാരെ പച്ചപ്പുൽച്ചാടി, ഓറഞ്ച് പുൽച്ചാടി, വെള്ള പുൽച്ചാടി, എല്ലാ പുൽച്ചാടിയുണ്ട് ഗൈസ്. ഗൈസ് എൻ്റെ HP പോകണ്ടല്ലോ, വേഗം വണ്ടിക്കോ. ഇറ്റങ്ങളാണ് ഗൈസ് പിന്നാലെ കൂടി പെരുന്തല്ലോ ഗൈസ്. ഒടുക്കത്തെ മാന്തലാണല്ലോ വരെ. ഇവരെ കൊണ്ട് വല്ലാത്തൊരു ശല്യായി. അല്ല ഗൈസ് ഇവരൊക്കെ തീർത്തിട്ട് ഞാനെങ്ങനെ പെരീക്ക് പോവാ? ഞാനെങ്ങനെ വീട്ടിൽ പോകും ഗൈസ്? വീട്ടിൽ പോകാനാണെങ്കിൽ ഒരു വയ്യവും കാണാമല്ലോ. മേലെയാണ് UFO ഷിപ്പ്, ഏലിയൻസിൻ്റെ വണ്ടി. അങ്ങോട്ട് പോകലിപ്പോൾ എങ്ങനെയൊന്നും അറിയൂല ഗൈസ്. ഇവിടെ ആണെങ്കിൽ പറക്കാനും പറ്റൂലല്ലോ ഗൈസ്. ഇവരൊക്കെ ഒടുക്കത്തെ വല്ലാണ്. വരിക്ക് ജാഥയാണ് ഗൈസ്. ജാഥ വല്ലാത്തൊരു ജാഥയായിപ്പോയി. ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് ഇതാണ് ലാസ്റ്റത്തെ ഏലിയൻസ് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. അങ്ങനെ ഗൈസ് രക്ഷപ്പെട്ടു. ഏലിയൻസിൻ്റെ മാന്തലിൽ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ ഒരു ഏലിയൻസിനെയും കാണാമല്ലോ, എല്ലാവരും ചത്തുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ UFO ഷിപ്പിനൊന്ന് വെടിച്ച് നോക്കിയല്ലേ. നമ്മുടെ UFO ഷിപ്പ് ഏതായാലും വെടിച്ചൊക്കെ കൊള്ളുമെന്നറിയില്ല ഗൈസ്. UFO ഷിപ്പിനെ കൊണ്ടിട്ടും ഗൈസ് ഒരു കാര്യമല്ല. UFO ഷിപ്പിന് ഒരു സംഭവം പറ്റിയില്ല. എന്നാലും ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഗൈസ് ആലോചിക്കേണ്ടത്. നമ്മളിവിടെ ഗൈസ്
ഇതെന്താ വരിക്കല് ജാഥ സിറ്റങ്ങൾ പിന്നെയും കൈനടിയില്ല കൈസ് ഇവര് പിന്നെയും വരുന്നു പച്ചയും മഞ്ഞയും ഓറഞ്ചൊക്കെ കഴിയാണ്ട് ഇവരെ കൊണ്ട് വരാത്ത കഷ്ടമായി കൈസ് ഒന്നും വെക്കൂല എന്നിട്ട് വെറുതെ ഒന്ന് ചാവാൻ വരിക എത്ര ഉള്ളു കൈസ് ഓരൊക്കെ എത്ര ഉള്ളൂ പണി കഴിഞ്ഞു എന്നിട്ട് ഒരു ചാവാനിങ്ങനെ വരുന്നേ കൈസ് ഇവരിങ്ങനെ വെടിവെച്ച് കൊന്നിട്ടൊന്നും കാര്യമില്ല കൈസ് ഇവര് എവിടുന്ന വരുന്നേന്ന് കണ്ടുപിടിച്ചാണ് കൈസ് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്നാണ് വരുന്നേ ഇതെല്ലാം നമുക്ക് ഇവരെ കൊന്നിട്ട് കൈസ് അങ്ങോട്ട് പോയാൽ അതാണ് നല്ലത് ഇവരൊക്കെ ആദ്യം തീർക്കണം കൈസ് നമ്മുടെ മെഷീൻ ഗണ്ണ് എടുത്ത് എന്ത് ചെയ്യാനാണ് ഇനി എല്ലാവരും ഒറ്റയ്ക്ക് ചാവുകയാണ് കൈസ് എല്ലാവരും കൂടത്തോടൊക്കെ വെച്ചിട്ട് കൈസ് ഇവർ എത്ര വെടി കൊണ്ട് ചാവണമില്ലല്ലോ ഇവർ കൈസ് ഇതുകൊണ്ട് കുറച്ച് വെടിയൊക്കെ കൊള്ളണം തോന്നുന്നു കൈസ് വരിക്കാണെങ്കിൽ വരുന്നുണ്ട് ഇത് പിന്നാലെ പിന്നെ ഇതവർ വരികയില്ലേ ഇത് വല്ലാത്തൊരു കഷ്ടമല്ല കൈസ് എല്ലായിടത്തും ഏരിയൻസ് ഒന്നും നമുക്കൊരു വിഷയമല്ല കൈസ് നമ്മളെല്ലാ കൈസ് എല്ലാത്തിനും കൊല്ലും പറയുമ്പോൾ കൈസ് ഞാൻ ചത്തു അയ്യോ കൈസ് ആരാണ് ഈ കട്ടിൽ വന്ന് ഉന്തിട്ട് കൈസ് വെറുതെ സ്വപ്നമല്ലോ അടിപൊളി സ്വപ്നയില്ല കൈസ് എന്നാലും ഈ കട്ടിൽ വന്ന് തല അടിച്ചു പോകുന്നു കൈസ് തലയൊക്കെ വരുത്തായിട്ട് വെച്ചാൽ കൈസ് നേരത്തെ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു കൈസ് UFO ഞാനും കരുതി ഞാൻ ചത്തു കൈസ് എന്നാലും UFO വന്ന് നമ്മൾ ചന്ദ്രനിലൊക്കെ എത്തി അതൊക്കെ എങ്ങനെ വിശ്വസിച്ചു കൈസ് സ്വപ്നമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ച വീഡിയോസുമായി കാണാം അതുവരെ ഗുഡ് ബൈ